ഞാൻ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ട് എല്ലായ്പ്പോഴും ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി മാത്രം ചില വിവാദപരമാണെന്ന് പറയാവുന്ന പ്രസ്ഥാനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി ഗവർണർമാരുടെ രാഷ്ട്രപതിയുടെ അധികാരം സംബന്ധിച്ച് പ്രതികരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. മുമ്പും പലതവണയും അദ്ദേഹം ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് പാർലമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് സുപ്രീം കോടതി കടന്നു കയറി എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു നിയമമന്ത്രി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം പോലും ഒന്നും പറഞ്ഞിട്ടില്ല. BJP ഒരു MP ഇങ്ങനെ ലെജിസ്ലേച്ചറിലേക്ക് സുപ്രീം കോടതി കടന്നു കയറുകയാണെങ്കിൽ പാർലമെൻറ്റ് അടച്ചിടാൻ പറഞ്ഞു. അതിന് BJP അധ്യക്ഷൻ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ഈ ജഗദീപ് ധൻഖർ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വഭാവവും കൂടെയാണ്. പലപ്പോഴും അതൊരു സ്ട്രാറ്റജിയാണ്, ചിലപ്പോഴൊക്കെ അത് വെറും സ്വഭാവമാണ്. അപ്പോൾ ജഗദീപ് ധൻഖർ സംസാരിച്ചത് ഏതെങ്കിലും സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേർക്ക് അതിന് പറ്റിയ ഒരു സാഹചര്യം ഒത്തു കിട്ടി. സുപ്രീം കോർട്ടിലെ ഇൻറ്റേൺസിൻ്റെ യോഗത്തിലാണ് പുള്ളി പറഞ്ഞത്. പുള്ളി നോക്കുമ്പോൾ കറക്റ്റ് വേദി ഇവിടെ വേണം അടിക്കാൻ. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായ ഭാഷയിൽ സാധാരണ പോലത്തെ ദേഷ്യമൊന്നും വരാതെ വളരെ സങ്കടത്തോടെയും ഹഷ് ടോണിലൊക്കെയാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി, ഇറ്റ് ഈസ് നോട്ട് നോൺ ഇൻ ദ ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ടോൺ. അപ്പോൾ അത് വളരെ നാടകീയമായിട്ട് പുള്ളി അവതരിപ്പിച്ചു. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതിൻ്റെ റിയാക്ഷൻസ് കണ്ടിരുന്നു. ഈ സുപ്രീം കോടതിയുടെ ഇക്കോ സിസ്റ്റം ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ ഇളകി. സുപ്രീം കോടതിക്ക് നേരിട്ട് ഇളകാൻ പറ്റില്ല, പറ്റായികയൊന്നുമില്ല. 4 സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയത് അതിക്കവിഞ്ഞൊന്നുമില്ലല്ലോ. ഏതായാലും മുണ്ടില്ല, പിന്നെ ആ കോണവും കൂടെ അഴിച്ചു കളഞ്ഞാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരു പത്രസമ്മേളനം കൂടെ നടത്തിക്കോട്ടെ. ഏതായാലും അത് ചെയ്തില്ല. ഒരു പക്ഷേ ചെയ്യുമായിരിക്കും. അവിടെ അതിന് പകരം അവരവരുടെ കൂലിത്തല്ല് സംഘമുണ്ട്, ഇക്കോ സിസ്റ്റം, അവരെ ഇറക്കി. പ്രശാന്ത് ഭൂഷൺ, കപിൽ സിബൽ ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത്. ഇതൊന്നും പോരാഞ്ഞിട്ടെന്നുള്ള മട്ടിൽ കപിൽ സിബൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കപിൽ സിബൽ മറുപടിയല്ല, മറു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു കാര്യത്തിന് മറുപടി വേണ്ടേ, അതില്ല. വൈസ് പ്രസിഡന്റ് ഉന്നയിച്ച പ്രധാന കാര്യം, നിങ്ങൾ ആ നോട്ട് കത്തിയ ജഡ്ജിയുടെ അന്വേഷണം എവിടം വരെയായി, അതിൽ FIR ഇടാത്തത് എന്താണ്? മാർച്ച് 14-15 രാത്രിയിൽ നടന്ന സംഭവം, അത് പുറത്തു വരുന്നത് മാർച്ച് 21. ഇപ്പം മാസം 1 കഴിഞ്ഞു. നിങ്ങൾ വലിയ വമ്പന്മാർ ജഡ്ജിമാരെ അന്വേഷിച്ചു, എന്താ ഇതിനെ ചൊല്ലി ഒരു എപ്പോഴും ഒരു ഇരുമ്പ് മറ എന്തുകൊണ്ട്? ഇതിന് കപിൽ സിബൽ മറുപടി പറയുന്നില്ല. കപിൽ സിബൽ പറയുന്നത്, വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ കൈയടിക്കും, വിധി എതിരാണെങ്കിൽ നിങ്ങൾ വിമർശിക്കും. അത് സ്വാഭാവികമാണല്ലോ, എല്ലാവരും ചെയ്യുന്നതാണല്ലോ, കപിൽ സിബലും ചെയ്യുന്നതാണല്ലോ. ഞാൻ തോറ്റു കഴിയുമ്പോൾ ഞാൻ പറയും, കോടതിക്ക് കാര്യം മനസ്സിലായില്ല, പറഞ്ഞു അത് ഞാൻ പറഞ്ഞ പോയിൻ്റൊന്നും അവർ കേട്ടില്ല എന്ന് പറയും. അത് സ്വാഭാവികമാണ്. ജയിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം, കോടതി ഞാൻ പറഞ്ഞ എല്ലാം കേട്ടു, കൺവിൻസ്ഡായി, കൊള്ളാമെന്നൊക്കെ പറയും. ഇറ്റ്സ് എ നോർമൽ തിങ്. അത് വെച്ചിട്ട് എന്ത് പ്രതിരോധമാണ് കപിൽ സിബൽ തീർക്കുന്നത്? എന്നിട്ട് കപിൽ സിബൽ പറഞ്ഞു, നിങ്ങൾ ആർട്ടിക്കിൾ 142 ന്യൂക്ലിയർ മിസൈൽ എന്ന് പറയുന്നു. വാസ്തവത്തിൽ നിങ്ങളാണ് ന്യൂക്ലിയർ മിസൈൽ ഉപയോഗിച്ചത്, നോട്ട് നിരോധനം. അതായിരുന്നു യഥാർത്ഥ ന്യൂക്ലിയർ മിസൈൽ. ഈ പറഞ്ഞതോടെ കപിൽ സിബലിൻ്റെ പൂച്ച് പുറത്തായി. കാരണം ഇങ്ങേരെ ഹിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂക്ലിയർ മിസൈൽ നോട്ട് നിരോധനം കൊണ്ടു. ശരിക്കും ഒരു ന്യൂക്ലിയർ മിസൈലായിട്ട് ഒരു കള്ളപ്പണക്കാരൻ്റെ തലയിൽ ഇത് വീണു. കാരണം ഈ കപിൽ സിബൽ വാങ്ങുന്ന ഫീസിന് കയ്യും കണക്കും. ഒരു ദിവസം 25 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു സിറ്റിങ്ങിന്. അത് 30 ലക്ഷം 25 ഒക്കെ ഉണ്ട് എണീറ്റ് നിൽക്കാൻ. ബട്ട് സിദ്ദിഖാപ്പൻ എന്ന പത്രപ്രവർത്തകൻ സൗജന്യമായിട്ട് വാദിച്ചു. കാരണം ഇവിടെ നമ്മുടെ ഇതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകർ, സമർത്ഥനായ പത്രപ്രവർത്തകർ 10 പേരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ സിദ്ദിഖാപ്പനാണ്, കാര്യത്തിൽ സംശയമില്ല. അതെ.
അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ BG വർഗീസ്, TJS ജോർജ്, മറ്റേ നിഖിൽ ചക്രവർത്തി, ഇവരുടെയൊക്കെ നിരയിൽ നിൽക്കുന്ന TVR ഷണയുടെയൊക്കെ നിരയിൽ നിൽക്കുന്ന ആളാണ് സിദ്ദിഖ് കാപ്പൻ. അഭിമാനമാണ്. അതുകൊണ്ട് സിദ്ദിഖ് കാപ്പന് വേണ്ടിയിട്ട് പുള്ളി പ്രോ ബോണോ ഫ്രീ ആയിട്ട് വാദിച്ചു. പക്ഷെ ഇത് ഫ്രീ അല്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാമല്ലോ. ഈ സാധനം ഇവർ കാശ് കൈമാറിയ വഴി സംഗതിയൊക്കെ അന്ന് തന്നെ പുറത്ത് വന്നതാണ്. അപ്പോൾ പക്ഷേ പ്രോ ബോണോ എന്ന് ഇദ്ദേഹം പറഞ്ഞു, പ്രോ ബോണോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്പറേഷൻ നടത്തുന്ന ആളുകൾക്ക് ന്യൂക്ലിയർ മിസൈലായിട്ട് നോട്ട് നിരോധനമേ തോന്നുള്ളൂ. ആർട്ടിക്കിൾ 142 തോന്നുന്നില്ല. ആർട്ടിക്കിൾ 142 വെച്ചിട്ട് നാളെ സുപ്രീം കോടതി പ്രധാനമന്ത്രിയെ പിരിച്ചുവിടുന്നു എന്ന് വയ്ക്കുക. ലീഗലാണത്. 142 വെച്ചിട്ട് അവർക്ക് പ്രധാനമന്ത്രിയെ പിരിച്ചുവിടാം. കാരണം 142 വെച്ചിട്ട് എന്തും ചെയ്യാം. അതല്ലോ 142ൻ്റെ ന്യൂക്ലിയർ മിസൈൽ എന്ന് വിളിക്കാൻ കാര്യം എന്തും ചെയ്യാൻ. പ്രധാനമന്ത്രിയെ പിരിച്ചുവിട്ടിട്ട് നാളെ മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ല. അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് BJP പാർലമെൻ്ററി പാർട്ടി കൂടി തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണം. വിത്ത് അവർ അപ്രൂവൽ ഹി ക്യാൻ ടേക്ക് ഓത്ത് എന്നും പറയാം. ഇങ്ങനൊരു നിർദ്ദേശം സുപ്രീം കോടതി പുറപ്പെടുവിച്ചതാണ്. അതാണ് ആർട്ടിക്കിൾ 142ൻ്റെ പവർ. ഭസ്മാസുരന് കൊടുത്ത വരമാണ് ആർട്ടിക്കിൾ 142. വിവേകത്തോടെ പെരുമാറും എന്ന് വിചാരിച്ചിട്ട് വഴിയിൽ ഏതെങ്കിലും പട്ടിയൊക്കെ വന്ന് ഈ വടി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സുനിലിന് വടി തരുന്നു. ഈ വടി വാങ്ങിച്ചിട്ട് സുനിൽ ആദ്യം എന്നെ അങ്ങ് തല്ലുന്നു. എന്ത് ചെയ്യും? ഇങ്ങനെ തല്ലും എന്ന് ഭരണഘടനാ ശില്പികൾ പോലും വിചാരിച്ചില്ല. തല്ലാൻ സാധ്യതയുണ്ടെന്ന് കാരണത്തെ ചർച്ചയിലൊക്കെ വന്നിരുന്നു. ബട്ട് ഇല്ല. ഇത്രയും നമ്മൾ കെട്ടുപാടുകളൊക്കെ ഇട്ടിട്ട് ജഡ്ജിമാരല്ലേ, അവർക്കും ബോധം. ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് ആർട്ടിക്കിൾ 142. അപ്പോൾ ആർട്ടിക്കിൾ 142 വെച്ചിട്ടാണ് ഇവർ പേരറിവാളനെ തുറന്നു വിട്ടത്. കാരണം അയാൾ തൂക്കിക്കൊല്ലുന്നുമില്ല, തുറന്നു വിടുന്നുമില്ല. അയാൾ മാത്രമല്ല, രാജീവ് ഗാന്ധിയുടെ വധക്കേസിലെ എല്ലാവരെയും ഇതുപോലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പക്ഷെ തൂക്കിക്കൊന്നില്ല. സുപ്രീം കോടതി അവരെ തുറന്നു വിട്ടു. അങ്ങനെയാണ് കോൺഗ്രസ് രാജീവ് ഗാന്ധി കേസിലെ സകല കൊലയാളികളെയും രക്ഷപ്പെടുത്തിയെടുത്തത്. ഈ വഴിക്കാണ്. കോൺഗ്രസ് ഡിഡിൻ്റ് അലോ എനിബഡി ടു ബി ഹാങ്ഡ്. രാജീവ് ഗാന്ധിയെ കൊന്ന, പ്രധാനമന്ത്രിയെ കൊന്ന ഓരോറ്റ ആളിനെ തൂക്കിക്കൊല്ലാൻ കോൺഗ്രസ് സമ്മതിച്ചില്ല. പ്രതിഭ പാട്ടിലായിരുന്നു പ്രസിഡന്റ്. ദയാഹർജി വെച്ചുകൊണ്ടിരുന്നു, ഒരു തീരുമാനം എടുക്കാതെ. ഇവർ സുപ്രീം കോടതി പോയി, ഒന്നീ ഞങ്ങളെ തൂക്കിക്കൊല്ല്, അല്ലെങ്കിൽ ദയാഹർജി അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ ആ ജയിലിലിടരുത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, റൈറ്റ്, തുറന്നു വിട്ടേക്കാം. തുറന്നു വിട്ടു. ആർട്ടിക്കിൾ 142. വേറൊരു 2 ഓഫീസേഴ്സ്, വെരി ഹൈ ഓഫീസേഴ്സാണ് അവർ, പൈലറ്റും പിന്നെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ്. അവരുടെ ഒരാവശ്യത്തിന് അവർ തമ്മിൽ വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും 110 ക്രിമിനൽ കേസും പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിലെത്തി. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണമേ നടന്നിരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കിട്ടണം. വിവാഹമോചനമല്ല ആവശ്യം. കല്യാണം, ഞങ്ങൾ കഴിച്ച കല്യാണമല്ല, ഇവർ കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കും. വിചിത്രമായൊരു ആവശ്യമാണ്. ബട്ട് ജെനുവിനാണ്. അവരവരുടെ കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു സംഭവം ഇത് ചെയ്താലേ അവർക്ക് മുന്നോട്ടൊരു ജീവിതമുള്ളൂ. കല്യാണമേ കഴിച്ചിട്ടില്ല. 142 ഉപയോഗിച്ചിട്ട് ഏതായാലും അലമ്പം വഴക്കുമായി ഇവരൊരുമിച്ച് ജീവിക്കാൻ പോണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചിരിക്കുന്നുള്ളൂ. 40 കോടി 60 കോടിയൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്ലെയിമൊക്കെ. സുപ്രീം കോടതി ഇതൊന്നും തീരാനും പോകുന്നില്ല. ബേസിക് ആവശ്യം ഇതാണ്. അവർ സമ്മതിച്ചു, യെസ് ഞങ്ങളുടെ ബേസിക് ആവശ്യം ഇതാണ്. 10 പൈസ അയാൾ എനിക്കും തരണ്ട, ഞാൻ അയാൾക്കും കൊടുക്കും, ഒന്നും വേണ്ട, ഒഴിഞ്ഞായിരുന്നു എന്ന് വരുത്തണം. ഒഴിയാൻ എളുപ്പമാണ്. വിവാഹമോചനം കൊടുത്തൊക്കെ കഴിഞ്ഞു. ബട്ട് മോചനമല്ല അവർക്ക് ആവശ്യം, വിവാഹമേ കഴിച്ചില്ലായിരുന്നു എന്ന്. ദ വെരി മാരേജ് വാസ് നൾ ആൻഡ് വോയിഡ്, ദെയർഫോർ ബോത്ത് ആർ അൺമാരീഡ് എന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടും. 142 ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ അപൂർവം സാഹചര്യത്തിൽ മനുഷ്യൻ ഊരാക്കൊടുക്കലൊക്കെ പെട്ട് കഴിയുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ് 142 കൊടുത്തത്. കാരണം നിയമം എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇവരുടെ ദുരിതം തീരുകയില്ല. അപ്പോൾ അവരോട് ആവശ്യം ചോദിച്ചു, എന്താ നിങ്ങളുടെ ആവശ്യം, എന്താ പറയൂ. ഇങ്ങനെയാണ്, നിയമവിരുദ്ധമായ ആവശ്യമാണത്.
അങ്ങനെ ചെയ്യാൻ പാടില്ല. നടന്ന കല്യാണം നടന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി ആരാ? നടന്നതല്ലേ? അതെ. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് പന്തലിട്ട് കല്യാണം നടത്തിയിട്ട് പിന്നെ നടന്നിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ? വിവാഹ മോചനം കൊടുക്കാം നിങ്ങൾക്ക്, കല്യാണമേ നടന്നിട്ടില്ല. ഏത് കല്യാണം? ഇല്ല ഞാൻ പോയതാണ്, താൻ പോയിട്ടില്ല. ഇങ്ങനൊരു വിധി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഈ സ്പെഷ്യൽ പ്രൊവിഷൻ പോയത്. കാരണം മനുഷ്യന് കംപ്ലീറ്റ് ജസ്റ്റിസ്, മനസ്സമാധാനം ആവശ്യമാണ്. അപ്പോൾ അവൻ നീതിയുടെ നിയമത്തിനപ്പുറത്തേക്കുള്ള ചില ആവശ്യങ്ങളുമായിട്ട് വരും. ആ ആവശ്യങ്ങൾ ജെന്യുവൻ ആയിരിക്കും, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ദോഷവും ഉണ്ടാവില്ല. ബട്ട് ഈ ആവശ്യം നിയമത്തിനുള്ളിൽ നിന്ന് നിർവഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആർട്ടിക്കിൾ 140 ഉപയോഗിച്ച് വിടുതൽ കൊടുക്കുന്നത്. മറ്റേ തൂക്കിക്കൊല ടെക്നിക്കലി അത് ശരിയാണ്. ടെക്നിക്കലി ഒരാളെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾ തൂക്കിക്കൊല്ലണ്ടേ? ഇയാൾ കൊല്ലുന്നുമില്ല, എപ്പോൾ കൊല്ലുമെന്ന് അറിയാമല്ലോ. എന്തൊരു ജീവിതമെന്ന് ആലോചിച്ച് നോക്കി. അതിൽ ഇടപെട്ട് 142 കൊടുത്തു. അതിനകത്തെ പൊളിറ്റിക്സാണ് ഞാൻ പറഞ്ഞത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് സോണിയാഗാന്ധിക്ക് ആൻഡ് കമ്പനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരാളെ സംബന്ധിച്ചില്ല. അവർ നളിനിക്ക് വേണ്ടിയിട്ട് ഹർജിയൊക്കെ കൊടുത്തത് മറ്റേ നളിനിയെ ജയിലിൽ പോയി കാണുക ചെയ്തത് പ്രിയങ്ക ഗാന്ധിയല്ല. അതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദേ ഹാവ് സം റീസൺ. അവർക്കതിലെന്തോ പങ്കുണ്ട്. അല്ലെങ്കിൽ സുനിൽ പറ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു, പൊതിഞ്ഞ് പിടിച്ച് കോൺഗ്രസ്സുകാരെല്ലാം ഉണ്ടാവില്ലേ? സകല കോൺഗ്രസ്സുകാർ ഇടിച്ചും പിടിച്ചും ഒക്കെ പുള്ളിയുടെ ഒപ്പം നിൽക്കും. ശ്രീപെരുമ്പുതൂരിൽ രാജീവ് ഗാന്ധിയുടെ കൂടെ ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നില്ല. രാജീവ് ഗാന്ധിയുടെ കൂടെ മരിച്ച ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞു ഒരാൾ ഇല്ല. എന്തൊരു അത്ഭുതമെന്ന് ആലോചിച്ചു. 18 പേര് ചെതറി തെറിച്ചുപോയി രാജീവ് ഗാന്ധിയുടെ കൂടെ. ഒരു കോൺഗ്രസ്സുകാരനില്ല. ക്ലോസ് വിസിനിറ്റിയിൽ ആരുമില്ല. ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന ആൾ മരകതൻ ചന്ദ്രശേഖർ. അവർ 50 അടി ദൂരെ നിന്നിരുന്നു. അവരുടെ മുട്ടിൽ ഒരു ചീളുകൊണ്ട് 50 അടി ദൂരെ വരെ ചീള പോയി. മുട്ടിലൊരു ചെറിയ പരിക്ക് പറ്റി. വാഴപ്പാടി രാമമൂർത്തിയായിരുന്നു TNPCC പ്രസിഡന്റ്. അങ്ങനെ സ്റ്റേജിൽ പ്രസംഗ സ്റ്റേജിൽ സാധാരണ PCC പ്രസിഡന്റ് ഈ കൂടെ ഉണ്ടാവും, കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കില്ല, കട്ട എല്ലാം വെള്ള ഷർട്ട് ഇങ്ങനെ കഞ്ഞി മുക്കി പശ പോലെ മുരിങ്ങക്ക പോലെ തേച്ച് വെച്ച് അത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുറിയും. ആ രീതിയിൽ തേച്ച് തമിഴന്മാരുടെ പിന്നെ ആ സ്വർണത്തിൻ്റെ ചെയിൻ അത് ഇതൊക്കെ ആയിട്ട് എത്ര പേരുണ്ടാവേണ്ടതാണ്? ആരും ഉണ്ടായില്ലല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സംതിങ് കോൺഗ്രസ്സിന് എന്തോ അതിൽ മറച്ചു വയ്ക്കാറുണ്ട്. അത് ഈ പാവം കോൺഗ്രസ്സുകാർക്ക് അറിയില്ല കേട്ടോ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു വെളിവുമില്ല, ഇവർക്കൊന്നും ഒരു റീച്ചില്ല കാര്യം. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടരുത് എന്ന് സോണിയാഗാന്ധിക്ക് നിർബന്ധമായിരുന്നു. ഷീ സോ ടു ഇറ്റ്. അവരെ ഒരു 10, 14, 15 കൊല്ലം ജയിലിൽ കിടക്കുകയും പിന്നെ 1-2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ തുറന്നു വിടുകയും ചെയ്തു. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഞാൻ ചോദിച്ചത്, നമുക്കൊരു നിയമമന്ത്രി ഉണ്ടോ ആരെങ്കിലും? അഡീഷണൽ ചാർജ് കൊടുത്തിട്ടുണ്ട് അർജുൻ റാം മേഘ്വാൾ. നമ്മൾ മുമ്പൊരിക്കലും സംസാരിച്ചാൽ പാർലമെൻ്ററി കാര്യമന്ത്രിയാണ് പുള്ളി. നിയമം അഡീഷണലായിട്ട് അല്ല, ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നത് നിയമ നടപടികളാണ്. അപ്പോൾ ഒരു പൂർണ്ണസമയ നിയമമന്ത്രി വേണ്ടേ രാജ്യത്ത്? വേണ്ടാന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല. എനിക്കറിയില്ല. നിയമമന്ത്രി ഇല്ല. രവിശങ്കർ പ്രസാദ് മാറി കിരൺ റിജിജു വന്നു. കിരൺ റിജിജു ഒന്നുമില്ലെങ്കിൽ ഇവരെ 10 ചീത്തയെങ്കിലും വിളിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അവർ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കിരൺ റിജിജുവിനെ മാറ്റി. അവർ പറഞ്ഞിട്ട് ജുഡീഷ്യറി പറഞ്ഞു. ജുഡീഷ്യറി പറയുമല്ലോ, ഇയാളാരും ഞങ്ങൾ ചുമ്മാ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എടുത്തു മാറ്റുകയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അർജുൻ രാം മേഘ്വാളിന് അഡീഷണൽ ചാർജ് കൊടുത്തു. നിയമമന്ത്രാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ ജോലിയാണെന്നറിയാം. അതെ, അതെ, വലിയ ജോലിയാണ്. ബട്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ല, കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഇല്ല. കുറേ കാലമില്ല. അത് നമ്മൾ മുമ്പ് ഒരു 5-6 മാസം മുമ്പ് സംസാരിച്ചു. ഇപ്പോഴും ഇല്ല, ഇപ്പോഴും നിയമിച്ചിട്ടില്ല.
കൊള്ളാവുന്ന കുറേ വക്കീലന്മാരുള്ളതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡെസിഗ്നേഷനൊന്നും ഇല്ലെങ്കിൽ ഇല്ല ചേട്ടൻ തന്നെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഓപ്പറേറ്റ് ചെയ്യാൻ അതുകൊണ്ട് നിലനിൽക്കുന്നു. അതർവൈസ് ഇറ്റ് വിൽ കൊളാപ്സ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് പല ഹൈക്കോടതികളിലും DSG ഇല്ല, അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല. അത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയാനും വയ്യ, ആർക്കും നോക്കാനും നേരമില്ല. അല്ല, സംഭവം ഉണ്ടെന്നൊക്കെ അറിയാം, അറിയാമായിട്ട് അത് ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അത്ര വലിയ കാര്യമൊന്നുമില്ല, അത്ര വലിയ കാര്യമൊന്നുമില്ല, പൊക്കോളും. അതാണ് ഈ JP നഡ്ഡയുടെ പ്രസ്താവനയില്ലേ, ഞങ്ങൾ കോടതി പറയുന്ന പോലെയൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പം ഈ ദൂബേനെ ന്യായീകരിച്ചുകൊണ്ട് അമിത് മാളവിയ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അമിത് മാളവിയെ ശകാരിക്കുമായിരിക്കും നാളെ, അറിയില്ല എന്താ ചെയ്യുന്നത്. കാരണം ഈ കാര്യത്തിൽ ഒരു പോളിസി ഡിസിഷനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രസംഗം ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം സ്വമേധയാ നടത്തി, നിഷികാന്ത് ദുബെ സ്വമേധയാ നടത്തി, JP നഡ്ഡ സ്വമേധയാ നടത്തി, ഇപ്പോൾ അമിത് മാളവിയ സ്വമേധയാ നടത്തി. ആൻഡ് അമിത് മാളവിയ ഈസ് എ ലൈറ്റ് വെയ്റ്റ്, അങ്ങനെ ആരും ഗൗരവമായിട്ട് എടുക്കാറൊന്നുമില്ല. എന്താ IT സെൽ മേധാവി, അത്രയ്ക്കൊക്കെ ഉള്ളൂ, ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. വാർത്ത വരുന്നുണ്ട്, ഏഷ്യാനെറ്റിൽ വരെ വന്നു വാർത്ത. അല്ല, അത് ഈ പ്രത്യേക പ്രശ്നമായതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങേരുടെ ട്വീറ്റ് ആരെങ്കിലും വാർത്തയാക്കാതെ. ഏതായാലും ഇത് ഇല്ലാത്ത കഷ്ടമാണ്, കുറച്ച് കഷ്ടമാണ്. ബട്ട് ഈ മോദിയുടെ സൈഡിലെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നും കാണാതെ മോദി ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നുള്ള ഒരാശ്വാസത്തിൽ. മോദിയുടെ സൈഡിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ എടുക്കാം, മോദി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതാണല്ലോ ഒരു വിശ്വാസം. അതെ, അല്ല അത് ശരിയുമായിരിക്കാം, തെറ്റാണെന്നൊന്നും ഞാൻ വാദിക്കില്ല. അപ്പോൾ നമുക്കത് കാണാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.